ഫ്രൈഡ് ഐസ്ക്രീം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊടിക്കാം. നമ്മൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കോൺഫ്ലെക്സിലൊന്ന് കോട്ട് ചെയ്ത് വെക്കാം. നമ്മുടെ ഐസ്ക്രീം നമുക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കാം. അരമണിക്കൂർ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കേണ്ടി വരും. ഇനി നമുക്ക് അഴിച്ചു നോക്കാം. ഇത് മുട്ടയിൽ മുക്കി ഒന്നുകൂടി നമുക്ക് കോൺഫ്ലെക്സിൽ മുക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. ഐസ്ക്രീം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നിച്ച് ചോപ്പ് ചെയ്തതാണ്. പച്ചമുളക്, സവോള, ലേശം ഉപ്പ്, ലേശം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. കാശ്മീരി ചില്ലിപ്പൊടി, പെരിഞ്ജീരകം, ഗരം മസാല, കുരുമുളക് പൊടി, കറിവേപ്പില, 50 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. മല്ലിയിലയും കൂടി ആഡ് ചെയ്യാം. 1 കഷ്ണം പൊട്ടറ്റയും 1 കഷ്ണം ക്യാരറ്റും മാഷാക്കേണ്ടതുണ്ട്. കറക്റ്റ് നല്ല പരുവത്തിനായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി മുട്ട വെള്ളയിലൊന്ന് മുക്കിയെടുക്കാം. ജിഞ്ചർ ആൾ പേസ്റ്റ് ആഡ് ചെയ്യാം. ഞാൻ 2 നാരങ്ങയുടെ നീരും 3 ടീസ്പൂൺ തൈരും കൂടി ആഡ് ചെയ്യണം. ചോപ്പ് ചെയ്ത കറിവേപ്പിലയാണ്. ഈ മല്ലിയില ആഡ് ചെയ്യുന്നുണ്ട്. പെരിഞ്ജീരക പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് എരിവിന്, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, ഉപ്പ്, വെളിച്ചെണ്ണയാണ്.